ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 10ലെ മാതാ കാ ആഞ്ചൽ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. മാതാ കാ ആഞ്ചൽ, ശിവപൂജൻ സഹായ്. അതായത് ശിവപൂജൻ സഹായാണ് മാതാ കാ ആഞ്ചൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന രീതിയിലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ അദ്ദേഹം പഴഞ്ചൊല്ലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ജഹാ ലഡ്കോം കാ സംഗ് തഹാ ബാജെ മൃദംഗ്, ജഹാ ബുഡ്ഢോം കാ സംഗ് തഹാ ഖർച്ചി കാ തങ്. അതായത് എവിടെ കുട്ടികൾ കൂടുന്നു, അതായത് ലഡ്കോം കാ സംഗ് ഒരുമിച്ച് കൂടുകയാണോ അവിടെ എന്തായിരിക്കും നല്ല 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 ആനന്ദ, അതായത് സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുക അല്ലേ. പക്ഷെ പ്രായമുള്ള ആൾക്കാരോ കൂടുമ്പോൾ എന്തിനെ പറ്റിയായിരിക്കും? എപ്പോഴും വീടിൻ്റെ ചിലവും അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക. അങ്ങനെ ഈ പഴഞ്ചൊല്ല് പറഞ്ഞിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം हमारे पिता तड़के उठकर निबट नहाकर पूजा करने बैठ जाते. हम बचपन से ही उनके अंग लग गए थे और माता से केवल दूध पीने तक का नाता था. അതായത് എൻ്റെ അച്ഛൻ അതിരാവിലെ തടുക്കെ ഉട്കർ, അതായത് അതിരാവിലെ എണീറ്റിട്ട് വേഗം നിബട്ട് നഹാക്കർ, വേഗം കുളിച്ചൊക്കെ പൂജയ്ക്കായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇഷ്ടമെന്നാണ് പറയുന്നത്. മാതാസെ കേവൽ ദൂത് പീനെ തക്കാൻ, അതായത് അമ്മയുടെ അടുത്ത് എപ്പോഴും പാല് കുടിക്കാൻ മാത്രമേ അദ്ദേഹം പോകാറുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു കൂടുതൽ സമയം. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുക, രാവിലെ इसलिए पिता के साथ ही हम भी बाहर बैठक में सोया करते थे और साथ ही हमें भी उठाते और साथ ही नहला धुलाकर पूजा पर बिठा देते. അപ്പോൾ അച്ഛൻ കുളിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കുളിപ്പിച്ച് അതിരാവിലെ തന്നെ പൂജയ്ക്കായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ ഇരുത്തുമായിരുന്നു. ആ സമയത്ത് പൂജയുടെ സമയത്ത് അദ്ദേഹം എന്താ ചെയ്യാറ്, ബബൂത് കാ തിലക് ലഗാ ദേനെ കെ ലിയെ ഉनको ദിക് കർനെ ലഗ്തെ. ദിക് കർന എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക അല്ലേ. അപ്പോൾ കുച്ച് ഹൻസ്കർ കുച്ച് ജുഞ്ചുലാക്കർ ഓർ കുച്ച് ഡാൻറ്റ്കർ വ ഹമാരെ ചോടെ ലീലാർ മേ ത്രിപുൺ കർ ദേത്തെ थे. അപ്പോൾ അച്ഛനാണെങ്കിലോ കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ ചിരിക്കും, എന്നിട്ട് ഇങ്ങനെ ചിരിക്കും, പിന്നെ ദേഷ്യപ്പെടും. എന്ത് വന്നാലും അച്ഛൻ തൊട്ട് കൊടുക്കുമായിരുന്നു. ചോടെ ലീലാർ पर, അതായത് ഫോർഹെഡിൽ ത്രിപുണ്ട് എന്ന് പറഞ്ഞാൽ 3 വിരൽ കൊണ്ട് ഇങ്ങനെ ഭസ്മം തൊടുന്നത്. അപ്പോൾ ഹമാരെ ലീലാർ में बहुत खूब खिलती थी और सिर में लंबी लंबी जटाएं थी. बहुत रमाने से हम खासे ബംബോല ബൻ ജാത്തെ थे. അതായത് അദ്ദേഹത്തിന് നീളമുള്ള മുടിയായിരുന്നു. അവിടുത്തെ ചടങ്ങനുസരിച്ചിട്ട് ഒരു മുണ്ടനം എന്നൊരു ചടങ്ങുണ്ട്, അത് മുടി മുറിക്കലാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ ഏജിൽ മുടി മുറിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നീളമുള്ള മുടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബഭൂത്വം, അതായത് ത്രിപുണ്ടും കൂടെ ആയപ്പോൾ ശരിക്കും ബംബോലെ, അതായത് ശിവനെ പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. पिताजी हमें बड़े प्यार से भोलानाथ कहकर पुकारा करते, पर असल में हमारा नाम था तारकेश्वर नाथ और हम भी उनको बाबूजी कहकर पुकारते और माता को मैया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് താരകേശ്വർ നാഥാണ്. അപ്പോൾ അച്ഛൻ സ്നേഹത്തോടെ ഭോലാനാഥ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ അമ്മയെ അദ്ദേഹം വിളിക്കാറ് മയ്യ എന്നും അച്ഛനെ ബാബൂജി എന്നുമാണ് വിളിക്കാറുണ്ടായിരുന്നത്. जब बाबूजी रामायण का पाठ करते तब हम उनकी बगल में बैठे बैठे आईने में अपना मुंह निहारा करते. जब वह हमारी ओर देखते तब हम कुछ लजाकर और मुस्कुराकर आईना नीचे कर देते. वह भी मुस्कुरा पड़ते. അങ്ങനെ അച്ഛൻ രാമായണം വായിക്കുമ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ആ സമയത്ത് ഈ ഭസ്മൊക്കെ തൊട്ട് കൊടുത്തതല്ലേ അച്ഛൻ. അപ്പോൾ ആയിന എന്ന് പറഞ്ഞാൽ കണ്ണാടി എടുത്തിട്ട് മുഖം നോക്കുമായിരുന്നു. അപ്പോൾ മുഖം നോക്കുമ്പോൾ അതെങ്ങാനും അച്ഛനിങ്ങനെ നോക്കിപ്പോയാൽ ഉടനെ അദ്ദേഹത്തിന് മടി തോന്നിയിട്ട് വേഗം കണ്ണാടി താഴെ വയ്ക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ചിരിക്കുമായിരുന്നു അല്ലേ. पूजा पाठ कर चुकने के बाद वह राम राम लिखने लगते और अपनी एक रामनामा बही पर 1000 राम नाम लिखकर वो उसे पाठ करने की पोथी के साथ बांध कर रख देते. അപ്പോൾ അദ്ദേഹം പൂജാപാഠ് ചെയ്തതിന് ഉടനെ എന്താ രാം എന്ന് എഴുതുന്ന ഒരു ചിട്ട ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അച്ഛന്. അപ്പോൾ അച്ഛൻ രാംനാമൊക്കെ എഴുതിയിട്ട് പോത്തി, അതായത് രാംനാമ ബഹി ഇങ്ങനെ ദൈവത്തിൻ്റെ ഇങ്ങനെ എഴുതലാണ് ആ സമയത്ത്. അത് എഴുതിയിട്ട് അദ്ദേഹം വിൽക്കുമായിരുന്നു എന്നും അതിപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അത് പാഠ് കർണിക്ക് പോത്തിക്ക് സാത്ത് ബാന്ധ് കർ രഖ് ദേത്തെ. രാമായൺ പാഠ് ആ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെക്കുമായിരുന്നു. പിന്നെന്താ ചെയ്യാറ്, फिर 500 बार कागज़ के छोटे छोटे टुकड़ों पर राम नाम लिखकर आटे की गोलियों में लपेटते और उन गोलियों को लेकर गंगा जी की ओर चल पड़ते थे. അങ്ങനെ കുഞ്ഞു പേപ്പറിൽ കുഞ്ഞു ചിട്ടികളിൽ 500 ബാർ 500 പ്രാവശ്യം ഇങ്ങനെ രാം നാം ഇങ്ങനെ എഴുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചുരുട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഗോതമ്പിൻ്റെ മാവ് എന്തിനാണ്, മച്ഛലിക്ക്, അതായത് മീനിന് കൊടുക്കാനായിട്ടാണ് ഗോതമ്പിൻ്റെ മാവിൻ്റെ ഇങ്ങനെ ഉരുളകളാക്കുക.
ആ ഉരുളകളിൽ ഇങ്ങനെ ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ ചുരുട്ടും, ഈ റാം റാം എന്ന് എഴുതിയിട്ട് ചുരുട്ടിയിട്ട് അത് ഗംഗാ നദിയിലോട്ട് ഇടാനായിട്ടാണ് അദ്ദേഹം പോകാറ് എപ്പോഴും. അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉരുണ്ടകളാക്കിയിട്ട് അദ്ദേഹം ഗംഗാ നദിയിലോട്ട് ഗംഗാ തീരത്തിലേക്ക് പോകാമായിരുന്നു. उस समय भी हम उनके कंधे पर विराजमान रहते थे. जब वह गंगा में एक एक आटे की गोलियां फेंक कर मछलियों को खिलाने लगते, तब भी हम उनके कंधे पर ही बैठे बैठे हंसा करते. और जब वह मछलियों को चारा देकर घर की ओर लौटने लगते, तब बीच रास्ते में झुके हुए पेड़ों के डालों पर हमें बिठाकर झूला झुलाते थे. അപ്പോൾ അച്ഛൻ ഈ ഉരുളകളൊക്കെ ഇങ്ങനെ മീനുകൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം അപ്പോഴും താഴെ ഇറങ്ങത്തില്ല. അദ്ദേഹം എന്താ ചെയ്യുക, അച്ഛൻ്റെ തോളുകളിൽ അപ്പോഴും ഇരുന്നിട്ട് അച്ഛന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് ആസ്വദിച്ചിരിക്കും. ആ സമയത്തും തോളിൽ തന്നെ ഇരിക്കും. ജബ് മछलियों ചാറ ദേക്കർ തിരിച്ചു വരുമ്പോൾ ലോട്ടനയിലെത്തി തിരിച്ചു വരുമ്പോൾ ബീച്ച് രാസ്തയിൽ പകുതി വഴിക്ക് എന്താണ് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന എന്താ കൊമ്പുകളുണ്ടാവുമല്ലോ, ഇത് ചില്ലുകൾ, അതായത് മരത്തിൻ്റെ കൊമ്പുകൾ, അതിൽ അച്ഛൻ ഇരുത്തുമായിരുന്നു. എന്നിട്ട് ഊഞ്ഞാലാടുന്നത് പോലെ അതിൽ ആട്ടുമായിരുന്നു. कभी कभी बाबूजी हमसे कुश्ती भी लड़ते. वह शिथिल होकर हमारे बल को बढ़ावा देते और हम उनको पछाड़ देते थे. यह उतान पड़ जाते और हम उनकी छाती पर चढ़ जाते थे. और जब हम उनकी लंबी लंबी मूछें उखाड़ने लगते, तब हंसते हंसते हमारे हाथों को मूछों से छुड़ाकर उन्हें चूम लेते थे. फिर जब हमसे खट्टा और मीठा चुम्मा मांगते, तब हम बारी बारी कर अपना बायां और दाहिना गाल उनके मुंह की ओर फेर देते थे. बाएं का खट्टा चुम्मा लेकर जब दाहिने का मीठा चुम्मा लेने लगते, तब अपनी दाढ़ी या मूछ हमारे कोमल गालों पर गाड़ देते थे. हम झुंझलाकर फिर उनकी मूछें नोचने लग जाते. इस पर वह बनावटी रोने लगते और हम अलग खड़े खड़े खिलखिलाकर हंसने लग जाते थे. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് അല്ലേ. ഞങ്ങളൊക്കെ അച്ഛൻ്റെ കൂടെ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പറയുകയാണ്. അച്ഛൻ അതായത് ഗുസ്തി പിടിക്കുമായിരുന്നു രണ്ടുപേരും കൂടെ അല്ലേ. അപ്പോൾ അച്ഛനിടയ്ക്ക് തോറ്റു കൊടുക്കുകയും ചെയ്യും. ശിഥിൽ ഹോക്കർ, അച്ഛൻ പറയും നിനക്ക് ബലം കൂടുതലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇടയ്ക്ക് തോറ്റു കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലോണം അച്ഛന് ഇങ്ങനെ ബോക്സിങ് ചെയ്യുന്നു അല്ല, ഇങ്ങനെ അച്ഛനെ നല്ലോണം അച്ഛനെ തോപ്പിക്കുമായിരുന്നു. പടിജാത്തെ ഓർ ഉത്താൻ ഉത്താൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലർന്ന് കിടക്കും. അപ്പോൾ അച്ഛൻ മലർന്ന് കിടക്കുമ്പോഴേക്കും അച്ഛൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് അച്ഛൻ്റെ നീളമുള്ള മീശ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കും അല്ലേ, എന്നിട്ട് ചിരിക്കും. ആ സമയത്ത് അച്ഛൻ അത് എടുക്കാനായിട്ട് വേഗം കയ്യിലിങ്ങനെ ഉമ്മ വയ്ക്കും. ആ സമയത്ത് അച്ഛന് മാറ്റാൻ വേണ്ടി ബായ ഓർ ദാഹിന ഗാൽ, ആ സമയത്ത് പിന്നെ അച്ഛൻ എന്താ ചെയ്യുക, ബാരി കർ അപ്ന ബായ ഓർ ദാഹിന ഗാൽ ഉനക്ക് മൂക്കി ഓർ ഫേർ ദേത്തെ. അപ്പോൾ അച്ഛന് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇടതുവശവും വലത് ഇതും കവിളും കാണിക്കും. കാരണം ഒരു വശത്ത് സ്വീറ്റ് ഉമ്മയാണെങ്കിൽ മറ്റേ വശത്ത് കയ്പ്. അതൊക്കെ അച്ഛനൊക്കെ കൊച്ചു പ്രായത്തിൽ ഞങ്ങളെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അല്ലേ, ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മൂച്ചമാരെ കോമൽ ഗാലവും പെർ ഗാഡ് ദേത്ത്, ഇങ്ങനെ അച്ഛനിങ്ങനെ കുട്ടികളെ കളിപ്പിക്കുന്നതാണ് ഇതെല്ലാം പറയുന്നത്. ഹം ഝുഞ്ചലാക്കർ ഫിർ ഉനക്ക് മൂച്ച് നോച്ചിന് ലഗ്തെ, വീണ്ടും മീശ ഇങ്ങനെ പിടിച്ച് വലിക്കും. അങ്ങനെ അച്ഛൻ ആക്ടിങ് ചെയ്യും, കരയുന്നതായിട്ടല്ലേ. ബനാവട്ടി എന്ന് പറഞ്ഞാൽ ആക്ടിങ്, ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യലിനെ കരയുന്ന പോലെ ഇങ്ങനെ കാണിക്കും. अलग अलग खड़े खिलखिलाकर हंसने लग जाते. പിന്നെ അച്ഛൻ ചിരിക്കാൻ തുടങ്ങും. उनके साथ हंसते हंसते जब हम घर आते, तब उनके साथ ही हम भी चौके पर खाने बैठते. അപ്പോൾ ചിരിച്ച് ഇങ്ങനെ വീട്ടിലോട്ട് തിരിച്ചെത്തുമ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും കഴിക്കാനിരിക്കും. अब हमें अपने ही साथ हाथ से फूल के एक कटोरे में गोरस और भात सानकर खिलाते थे. അതായത് ഇതിലെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി വായിലിട്ട് കൊടുക്കുമായിരുന്നു. അച്ഛനെന്താ വായിലിട്ട് നല്ലോണം കുഴച്ച് അല്ലേ, നല്ലോണം ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. ജബ് ഹം ഖാക്കർ അഫർ ജാത്തെ തബ് മയ്യ തോടാ ഓർ ഖിലാനെ കെ ലിയെ ഹട്ട് കർത്തി തി. കുറച്ചുകൂടെ കൂടുതൽ, അതായത് മതിയാവുമായിരുന്നു അല്ലെ. ഭർപേട്ട് അധിക് ഖാലേന, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് അവർ എണീക്കാൻ വാശി പിടിക്കുമ്പോൾ അമ്മ വന്നിട്ട് പറയും കഴിച്ചു കഴിഞ്ഞിട്ടില്ല, മുഴുവൻ കഴിപ്പിക്കണം എന്ന രീതിയിൽ പറയുന്നിട്ട് अब तो 4 दाने के और बच्चे के मुंह में दे जाते हैं. इसे वह थोड़ा खाने पर भी समझ लेता है कि हम बहुत खा गए. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് വേഗം കഴിപ്പിച്ചതുകൊണ്ട് അവർക്ക് വയറ് നിറഞ്ഞു എന്ന് അവർ വിചാരിക്കും. നിങ്ങൾക്ക് ശരിക്കും കഴിപ്പിക്കാൻ പോലും അറിയില്ല. ആ ഖിലാനെ കാ ढंग नहीं जानते, രീതി അറിയത്തില്ല. ബച്ചോക്ക് ഭർ മുഹ് ഓർ ഖിലാന ചായി, ഇനിയും വയറ് നിറച്ച് അവരെ കഴിപ്പിക്കണം.
എന്നിട്ട് പറയും ജബ് ഖായേഗ ബഡേ ബഡേ കോർ തബ് പായേഗ ദുനിയാ മേ ഠോർ. അതായത് നല്ലോണം കഴിക്കണമെന്ന് കുട്ടികളെ പറഞ്ഞ അമ്മ ഇങ്ങനെ പഴഞ്ചൊല്ലും പറയും. അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുക അല്ലേ, അവസരം കിട്ടുക. ദേഖിയേ മേ ഖിലാത്തി ഹോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും ആണുങ്ങൾക്കൊന്നും അറിയില്ല, സ്ത്രീകൾ ആൺകെ ഹാത്ത് സേ ഹി ഖാനെ പർ ബച്ചോं का पेट भी भरता है. അപ്പം അച്ഛന്മാർ കഴിപ്പിച്ചാലൊന്നും കുട്ടികൾക്ക് വയറ് നിറയ്ക്കത്തില്ല, അമ്മമാർ തന്നെ കഴിപ്പിക്കണം. അതായത് മർദു എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ, മഹതാരി എന്ന് പറഞ്ഞാൽ മാത അമ്മ, മർദുവെ എന്ന് പറഞ്ഞാൽ ഓക്കെ മഹതാരി എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പോൾ कह व थाली में दही भात सांती और अलग अलग तोता मैना कबूतर हंस मोर आदि के बनावटी नाम से कौर बनाकर यह कहते हुए खिलाती जाती कि जल्दी खा लो नहीं तो उड़ जाएंगे. पर हम उन्हें इतनी जल्दी उड़ा जाते थे कि उड़ने का मौका ही नहीं मिलता था. അങ്ങനെ അമ്മ എന്തൊക്കെ പറഞ്ഞ് കളിപ്പിച്ചിട്ടാണ് അവരെ കഴിപ്പിക്കുക. ഞങ്ങളുടെ അമ്മമാരൊക്കെ കഴിപ്പിക്കുന്നത് അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അല്ലേ, കാക്കയെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ ഉരുളകൾ ഇങ്ങനെ ഷേപ്പാക്കും. തോത്ത അതായത് പാരറ്റിൻ്റെ, മൈനയുടെ, പിന്നെ പീക്കോക്കിൻ്റെയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുക, കഴിക്കാനായിട്ട് പറയുന്നിട്ട് പറയും ഇത് വേഗം കഴിച്ചില്ലെങ്കിൽ ഇത് പറന്നുയർന്നു പോകും, അതുകൊണ്ട് വേഗം കഴിക്കുമെന്ന് പറയും. അപ്പോൾ അത് पर हमें इतनी जल्दी उड़ा दे जाते थे कि उड़ने का मौका ही नहीं मिलता. ഞങ്ങൾ അപ്പോൾ അമ്മ പറയുമ്പോഴേക്കും വേഗം അത് വായിൽ ഇടും. കാരണം പക്ഷി പറന്നു പോകത്തില്ല, അതുകൊണ്ട് വേഗം അതിന് പറക്കാനുള്ള ചാൻസേ അവർ കൊടുക്കത്തില്ല, വേഗം അത് വായിലോട്ട് ഇടും. जब हम सब बनावटी चिड़ियों को चट कर जाते थे तब बाबूजी कहने लगते अच्छा अब तुम राजा हो जाओ खेलो. ഇനിയിപ്പോൾ നിങ്ങൾ മിടുക്കരായി, രാജ അതായത് രാജ്കുമാരൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ പറയും ഇനി പോയി കളിച്ചോ എന്ന് പറയും. बस हम उठकर उछलने कूदने लगते, फिर रस्सी से बांधा हुआ काठ का घोड़ा लेकर नंग दड़ंग बाहर गली में निकल जाते. അത് കേൾക്കുന്ന താമസം വേഗം തുള്ളിച്ചാടിയൊക്കെ വേഗം ആ കളിപ്പാട്ട കുതിരയുടെ ഒരു കളിപ്പാട്ട അതും എടുത്തിട്ട് ഓടും ഗലിമേ അല്ലേ, പുറത്ത് കളിക്കാനായിട്ട് ഓടും. പിന്നെ जब भी मैया हमें अचानक पकड़ पाती तब हमारे लात चटपटाने पर भी एक चुल्लू कड़वा तेल हमारे सिर पर डाल ही देती थी. हम रोने लगते और बाबूजी उस पर बिगड़ खड़े होते, पर वह हमारे सिर में तेल बोत कर हमें उबड़ कर ही छोड़ती थी. फिर हमारी नाभि और लिलार में काजल की बिंदी लगाकर चोटी गूंथती और उसमें फूलदार लट्टू बांधकर रंगीन कुर्ता टोपी पहना देती थी. हम खासे कन्हैया बनकर बाबूजी की गोद में സിസക്തേ बाहर आते थे. ഇതൊക്കെ എന്താ ചെയ്യാറ്, അവർ കളിക്കാനായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും അമ്മ പെട്ടെന്ന് വരും അല്ലേ മുമ്പോട്ട്. എന്നിട്ട് അമ്മ എന്താ ചെയ്യുക, ഇങ്ങനെ ചുല്ലൂബർ അതായത് കയ്യിലിങ്ങനെ എടുക്കുന്നത് അല്ലേ എണ്ണ, അതെടുത്തിട്ട് വേഗം തലയിലിങ്ങനെ നല്ലോണം തേച്ച് ഇതാക്കും മുടി അല്ലേ, മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കും എണ്ണ. തേൽ ബോത്കർ എന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഹമേ ഉബഡ്കർ ഹി ചോർത്തി തീ, അപ്പോൾ ആ കടുക് എണ്ണ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഫിർ ഹമാരി നാഭി ഓർ ലിലാർ മേ കാജൽ കി ബിന്ദി, അത് കഴിഞ്ഞിട്ട് നാഭിയിലും പിന്നെ ലിലാർ എന്ന് പറഞ്ഞാൽ ഫോർഹെഡിലും ഇങ്ങനെ ബിന്ദി കാജൽ അതായത് കൺമഷിയൊക്കെ ഇട്ടിട്ട് അമ്മ വിടത്തുള്ളൂ. പിന്നെ അതിന് ശേഷം അമ്മ മുടിയിൽ എന്താ ചെയ്യുക, ഫൂൽദാർ ലട്ടു ഇങ്ങനെ തൂങ്ങുന്ന ഒരു സാധനം മുടിയിൽ, കാരണം നീളമുള്ള മുടിയല്ലേ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത്. എന്നിട്ട് കുർത്ത അത് ഡ്രസ്സും പിന്നെ ടോപ്പിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ വിടത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ശരിക്കും കനയ്യ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ പോലെ ഇരിക്കും ഞാൻ കാണാൻ. പിന്നെ കരഞ്ഞ് അച്ഛൻ്റെ മടിയിൽ ഇരുത്തി അമ്മ എന്നെ പറഞ്ഞയക്കും. बाहर आते ही हमारी बाट जोहने वाला बालकों का एक झुंड मिल जाता था. हम खेल के साथियों को देखते ही सिसकना भूलकर बाबूजी की गोद से उतर पड़ते और अपने हमजोलियों के दल में मिलकर तमाशे करने लग जाते थे. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അപ്പോഴേക്കും കുട്ടികൾ അല്ലേ ഝുണ്ട് അതായത് ഗ്രൂപ്പ് ചില്ലർ പാർട്ടി അല്ലേ കുട്ടികളുടെ ആ ഗ്രൂപ്പ് വരുമ്പോഴേക്കും അദ്ദേഹം ഇറങ്ങി അവരുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ സിസക്ന ഭൂൽക്കർ ബാബൂജി की गोद से उतर पड़ते और अपने हमजोलियों के दल में मिलकर तमाशे करने लग जाते. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മടിയിൽ നിന്ന് വേഗം ഇറങ്ങി അവരുടെ കൂടെ കളിക്കാനും തമാശയൊക്കെ ചെയ്യാനും അവരുടെ കൂടെ തന്നെ ഇറങ്ങി ഓടും. तमाशे भी ऐसे वैसे नहीं, तरह तरह के नाटक. चबूतरी का एक कोना ही नाटक घर बन जाता. बाबूजी जिस छोटी चौकी पर बैठकर नहाते थे वही रंगमंच बनती. उसी पर सरकंडे के खंभों पर कागज़ का चंदोआ तानकर मिठाइयों की दुकान लगाई जाती. उसमें चिलम के खोंचे पर
कपड़े के थालों में ढेले के लड्डू, पत्तों की पूरी कचौरियाँ, गीली मिट्टी की जलेबियाँ, फूटे कड़े और टुकड़ों के बताशे आदि मिठाइयाँ सजाई जाती। टीकरों के बटखरे और जस्ते के छोटे छोटे टुकड़ों के पैसे बनते। हम ही लोग खरीदार और हम ही लोग दुकानदार। बाबूजी भी 2-4 ഗോരഖ്പുരിയെ पैसे खरीद लेते थे. അതൊക്കെ നാടകമാണല്ലേ അവർ കളിക്കുന്ന. അവർക്ക് അതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവർ നാടകം കളിക്കുമായിരുന്നു. അവരെന്താ ചെയ്യുക, നാടകത്തിനായിട്ടൊരു അച്ഛൻ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു സ്ക്വയർ ഇത്. അവിടെ ഇരുന്നിട്ട് ഒരു സ്റ്റേജ് പോലെ ആക്കിയിട്ട് അതിലവർ കളിക്കുമായിരുന്നു. അതിലെന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുക? മിഠായിക്ക് ദുക്കാൻ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഷോപ്പായിട്ട് കളിക്കും അല്ലേ. സ്വീറ്റ് ഷോപ്പിലെല്ലാം ഇങ്ങനെ വീട്ടിലുള്ള ബാക്കി വരുന്ന സാധനങ്ങളും പിന്നെ പൊട്ടിയ സാധനങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇതില്ലേ ഇലകളിനെ കച്ചോരി എന്ന് പറഞ്ഞിട്ട് പൂരി കച്ചോടിയാമെന്ന് പറഞ്ഞും, പിന്നെ ഗീലി മിട്ടിക്ക് ജിലേബി ഇങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കിയത് ജിലേബി എന്നും, പിന്നെ ഫൂട്ടെ കടിക്ക് അത് പൊട്ടിയ ഘടം അതിൻ്റെ കഷ്ണങ്ങളെടുത്തിട്ട് ബത്താശയെന്നും, പിന്നെ കപ്പടേക്ക് താലോമി ഢീലേക്ക് ലഡ്ഡു അങ്ങനെ തുണി കഷ്ണങ്ങളും അതും എല്ലാം ചുരുട്ടി ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവരിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇമാജിൻ ചെയ്തിട്ട് കളിക്കുമായിരുന്നു. और जस्ते के छोटे छोटे टुकड़ों के पैसे बनते. അപ്പോൾ ഹമീ ലോഗ് ഖരീദാർ और ഹമീ ലോഗ് ദുക്കാൻദാർ. അപ്പോൾ ഞങ്ങൾ തന്നെ കടക്കാരും പിന്നെ ഞങ്ങൾ തന്നെ മേടിക്കുന്ന ആൾക്കാരും അല്ലേ. ബാബുജി ബി 2-4 ഗോരഖ്പുരിയെ पैसे खरीद लेते थे. അപ്പോൾ അച്ഛനും വന്നിട്ട് 2-3 ഗോരഖ്പുരിയും കഴിച്ചു. അപ്പോൾ അവരുടെയും കൂടെ അച്ഛൻ കൂടുമായിരുന്നു കുട്ടികളുടെ കൂടെ. അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. थोड़ी देर में मिठाई की दुकान बढ़कर हम लोग घरौंदा बनाते थे. धूल की मेल दीवार बनती और तिनकों का छप्पर, दातुन के खंभे, दिया सलाई की पेटियां के किवाड़, घड़े के मुहड़े की चूल्हा चक्की, दिए की कढ़ाई और बाबूजी की पूजा वाली अचमनी कलची बनती थी. पानी के घी, धूल के पिसान और बालू की चीनी से हम लोग जोनार तैयार करते थे. और हम ही लोग जोनार करते और हम ही लोगों की जोनार बैठती. जब पंगत बैठ जाती थी तब बाबूजी भी धीरे से आकर 5 के अंत में जीमने के लिए बैठ जाते थे. उनको बैठते देखते ही हम लोग हंसकर और घरौंदा बिगाड़ कर भाग जाते थे. वह भी हंसते हंसते लोटपोट हो जाते और कहने लगते फिर कब भोज होगा भोलानाथ. എന്ന് പറഞ്ഞാൽ അവർ ഇത് മിഠായി അതായത് സ്വീറ്റ് ഷോപ്പൊക്കെ കളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും അവർ വേറൊരു കളി തുടങ്ങും, അതായത് വീടുണ്ടാക്കി കളിക്കും അല്ലേ. അപ്പോൾ ആ സമയത്തും കിട്ടിയ സാധനങ്ങളൊക്കെ ഈ കമ്പുകളും പിന്നെ തിൻകൊങ്ക ചപ്പർ അതായത് ചുള്ളിക്കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതും റൂഫും അങ്ങനെ എല്ലാം കുറേ സാധനങ്ങളിങ്ങനെ കൂട്ടി ഈവൻ പഞ്ചസാര വരെ അവരിങ്ങനെ മണൽ അത് വെച്ചിട്ടാണ് പഞ്ചസാരയായിട്ട് കളിക്കാറ്. പാനിക്ക് ഘീ, ധൂൽ കെ പിസാൻ അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സദ്യ ഉണ്ടാക്കും അല്ലേ. സദ്യ ഉണ്ടാക്കിയിട്ടാണ് അവർ അവിടെ കളിക്കാറ്. അത് ഭോജ് അല്ലെങ്കിൽ ദാവത്ത്. ജോനാർ എന്ന് പറഞ്ഞാൽ ദാവത്ത്, ഭക്ഷണം, ദാവത്ത് എന്നാണ് പറയുക, അതായത് സദ്യ. പിന്നെ ജീംന എന്ന് പറഞ്ഞാൽ ഭോജൻ കർണ. ജീംന എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ചെയ്യത്തില്ല, എല്ലാവരും ഇങ്ങനെ താഴെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് സദ്യ കഴിക്കുക, അതിനെയാണ് ജീംന എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനും വന്ന് കൂടെ ഇരിക്കും. ഈ എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ അച്ഛനും കൂടെ വരും. അപ്പോഴേക്കും അവരതെല്ലാം ഇട്ടിട്ട് ചിരിച്ചിങ്ങനെ ഓടും. ആ സമയത്ത് അച്ഛൻ പറയും ഫിർ കബ് ഭോജ് ഹോഗാ ബോലാന, അതിന് എപ്പോഴാണ് ഇനി ഭക്ഷണം കിട്ടുക, അതിന് എപ്പോഴാണ് സദ്യ ഉണ്ടാവുക എന്ന് ചോദിക്കും. कभी कभी हम बारात का भी जुलूस निकालते थे. कनस्तर का तंबूरा बजता, अमोली को घिसकर शहनाई बजाई जाती. അപ്പോൾ വേറൊരു കളിയാണ് പിന്നെ കളിക്കുക, അതായത് ബാരാത്ത് കാ ബി ജുലൂസ്, അതായത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കല്യാണ ചെക്കനും ഇങ്ങനെ വരുന്നതായിട്ട് ഇങ്ങനെ ആക്ടിങ് ചെയ്ത് കളിക്കും അല്ലേ. അതിനൊക്കെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നതാണ് ഇത് പറയുന്നത്. ടൂട്ടി ചൂഹേ ദാനിക്ക് പാൽക്കി ബൻതി സമതി ബൻകർ. പിന്നെ അദ്ദേഹം എന്താ ചെയ്യുക, സമതി ബൻകർ ബക്രയ്ക്ക് ഊപ്പർ, അതായത് ആടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹം പോവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ റൗണ്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വീടിൻ്റെ അവിടെ മുമ്പിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ചെയ്ത് അവർ കളിക്കുമായിരുന്നു. പിന്നെന്താ, വഹാം കാട്ട് की पटरियों से घिरे गोबर से लिपे आम और केले के टहनियों से सजाए हुए छोटे आंगन में कुलिये का कलसा रखा रहता. वहीं पहुंचकर बारात फिर लौट आती थी और लौटते समय कटोली पर लाल ओहार डालकर उसमें दुल्हन को चढ़ा लिया जाता था. और लौट आने पर बाबूजी जो ही ओहार
उघाड़ कर दुल्हन का मुख रखने लगते, त्यों ही हम लोग हंसकर भाग जाते थे. അപ്പോൾ ഡോളിനെ ഇങ്ങനെ ദുൽഹനിയ അതായത് ബ്രൈഡ് ആക്കിയിട്ട് ചെയ്തിട്ട് അതിന് ഇങ്ങനെ ഇങ്ങനെ കുങ്കുമത്തിൻ്റെ വെള്ളം വെക്കാറുണ്ട് വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. അങ്ങനത്തെയൊക്കെ ചടങ്ങുകൾ അവർ കല്യാണത്തിനൊക്കെ കണ്ട ആ ചടങ്ങുകളൊക്കെ അവർ ആക്ടിങ് ചെയ്ത് അതിൽ നാടകത്തിൽ അവർ കളിക്കും. എന്നിട്ട് ആ സമയത്ത് അച്ഛനും അവരുടെ കൂടെ കൂടും. എന്നിട്ട് അച്ഛൻ പറയും നോക്കട്ടെ ഒന്ന് ദുൽഹനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനും വരും. അപ്പോൾ വീണ്ടും അവർ ആ കളി വിട്ടിട്ട് വേറെ കളിയിലോട്ട് ഓടി മറിയും. थोड़ी देर बाद फिर लड़कों की मंडली जुट जाती थी. इकट्ठा होते ही राय जमती कि खेती की जाए. बस चबूतरे की छोर पर गिरनी गड़ जाती और उसके नीचे की गली कुआं बन जाती थी. मूंज की बटी हुई पतली रस्सी में एक चुक्कड़ बांध गराड़ी में चढ़कर लटका दिया जाता और 2 लड़के बैल बनकर मोट खींचने लगते. चबूतरा खेत बनता, कंकड़ बीज और टेंग हल जुड़वाता. बड़ी मेहनत से खेत जोते बोए और पटाए जाते. फसल तैयार होते देर न लगती और हम हाथों हाथ फसल काट लेते थे. काटते समय गाते थे. അപ്പോൾ കൃഷി, പിന്നെ അടുത്തത് എന്തായിരുന്നു കളി? കൃഷിക്കാരായിട്ട് കളിക്കുക അല്ലേ. അപ്പോൾ കൃഷിസ്ഥലമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള സാധനങ്ങൾ അവർ ഇക്കട്ടാ ചെയ്യാതെ ഒരുമിച്ച് കൊണ്ടുവരും, എന്നിട്ട് കളിക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മറ്റേ ബുള്ളിങ്ങനെ വലിച്ചു കൊണ്ടുപോകത്തില്ലേ, കൃഷി ചെയ്യത്തില്ലേ, എന്തൊക്കെ സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവന്നിട്ട് അവർ കൃഷി ചെയ്തും അവർ കളിക്കുമായിരുന്നു. ആ സമയത്ത് ഫസൽ തയ്യാർ ഹോത്തി തീർന്ന് വേഗം കൃഷിയും ചെയ്തിട്ട് വിളവെടുപ്പും എല്ലാം അവരുടെ കഴിയും. അപ്പോൾ കാടത്തെ സമയം ഗാത്യത്തെ, ആ സമയത്ത് വിളവെടുപ്പിൻ്റെ സമയത്ത് പാട്ട് പാടാറുള്ളത് അവർ പാടും. ഊഞ്ചേ നീച്ചമേ ബൈ കിയാരി ജോ ഉപജി സോ ഭൈ ഹമാരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കളിക്കുമായിരുന്നു. फसल को एक जगह रखकर उसे पैरों से रौंद डालते और कसूरे का सूप बनकर ओसाते और मिट्टी की दिए की तराजू पर तौल कर राशि तैयार कर देते. इसी बीच बाबूजी आकर पूछ बैठते, इस साल की खेती कैसी रही भोलानाथ. അപ്പോൾ ഇങ്ങനെ അവർ കളിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും വന്നിട്ട് പറയും എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ കൃഷി എന്ന് അച്ഛനും പറയുമായിരുന്നു. बस फिर क्या हम लोग जो का त्यों खेत खलिहान छोड़कर हंसते हुए भाग जाते थे. और कैसी मौज की खेती थी, നല്ല രസമായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ വരുമ്പോഴേക്കും വീണ്ടും അവർ ചിരിച്ച് ഇങ്ങനെ ഓടുമായിരുന്നു. ऐसे ऐसे नाटक हम लोग बराबर खेला करते थे. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിക്കുമായിരുന്നു. പിന്നെ बटोही भी कुछ देर ठिठक कर हम लोगों के तमाशे देख लेते थे. फिर जब कभी हम लोग ददरी के, അപ്പോൾ മറ്റുള്ളവരും ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്യുമായിരുന്നു, അവർ സന്തോഷിക്കുമായിരുന്നു ഇവരുടെ കളികളൊക്കെ കണ്ടിട്ട്. जब कभी हम लोग ददरी के मेले में जाने वाले आदमियों का झुंड देख पाते तब कूद कूद कर चिल्लाने लगते थे, चलो भाइयों ददरी सातु पिसान की मोटरी. अगर किसी दूल्हे के आगे आगे जाती हुई ओहरदार पालकी देख पाते तब खूब ज़ोर से चिल्लाने लगते थे. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഗ്രൂമിങ്ങിനെ പോകത്തില്ലേ, ആ സമയത്തൊക്കെ ഓടി അവിടെ പോയിട്ടിങ്ങനെ അവരുടെ കൂടെ കൂടുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒച്ചയെ കേട്ടിട്ട് അവരും ഓടുമായിരുന്നു. റഹരി മേ റഹരി പുരാന റഹരി ഡോലാ ക കന്യാ ഹമാര മെഹരി എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഇസി पर एक बार बूढ़े वर ने हम लोगों को बड़ी दूर तक खदेड़कर देलों से मारा था. ഇത് പാടിയപ്പോൾ ഒരു പ്രായമുള്ള ഒരു ദുൽഹ, അതായത് ഗ്രൂം, പ്രായമുള്ള ആൾ, അയാൾക്ക് ദേഷ്യം വന്നിട്ട് ഓടിച്ചിട്ട് അടിച്ചത് ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അപ്പോൾ खबीस की सूरत आज तक हमें याद है. न जाने किस ससुर ने वैसा जमाई ढूंढ निकाला था, वैसा घोड़ മുഹാ ആദ്മി ഹംനെ കബി നഹി ദേഖ. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഓടിച്ചോടിയതല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഓർമ്മിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. आम की फसल में कभी कभी खूब आंधी आती थी. आंधी के कुछ दूर निकल जाने पर हम लोग बाग की ओर दौड़ पड़ते थे. वहाँ चुन चुन कर घुले घुले गोपी आम छापते थे. അപ്പോൾ ആന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഇങ്ങനെ വരുന്നതിനാണ് അതായത് മാവ് അല്ലേ, മാവ് പൂക്കുന്ന ഒരു മാമ്പഴങ്ങൾ ഉണ്ടാകുന്നൊരു കാലമുണ്ട് അല്ലേ. ആ സമയത്ത് ഗുലെ ഗോപിയാം ചാപ്തിത്തെ, ഗോപിയാം അവിടെ കിട്ടുമായിരുന്നു. ആ സമയത്ത് വേഗം പോയിട്ട് അവർ ഓടി അവിടെ നിന്ന് എടുത്ത് കഴിക്കുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. एक दिन की बात है, आंधी आई और पड़ गई आकाश काले बादलों से ढक गई. मेघ गरजने लगे, बिजली कौंधने और ठंडी हवा सनसनाने लगी. पेड़ झूमने और ज़मीन चूमने लगे. हम लोग चिल्ला उठे, हमें ശരിക്കും ആന്തി വന്നു അല്ലേ.
ആ സമയത്ത് एक पैसा की लाई बाजार में चित्राई बरखा उधरी बिलाई അങ്ങനെ ഒരു ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പാടി നടക്കുന്നതാണ്. लेकिन बरखा न रुकी और भी मूसलधार पानी होने लगा और हम लोग पेड़ों की जड़ से धड़ से सट गए जैसे कुत्तों के कान में अंठही चिपक जाती है मगर बरखा जमी नहीं थम गई. പിന്നെ അതിന് ശേഷം എല്ലാം ശരിയായി. ആദ്യം ഭയങ്കരമായിട്ട് ആന്തി തൂഫാനൊക്കെ വന്നു. പക്ഷേ മൂസ്ലാധാർ പാനി എന്ന് പറഞ്ഞാൽ നല്ല കുറേ ഇങ്ങനെ വെള്ളം, അതായത് മഴ നിറഞ്ഞു അല്ലേ, അവിടെയൊക്കെ വെള്ളം നിറഞ്ഞു. ബർഖ ബന്ദ് ഹോത്തെ ഹി ബാഗ് മേ ബഹുത് സെ ബിച്ചു നസറായി. അങ്ങനെ മഴയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും ബിച്ചു എന്ന് പറഞ്ഞാൽ തേള്, അല്ലെ, കുറേ തേളുകൾ കണ്ടു തുടങ്ങിയുള്ളൂ. അപ്പോൾ ഹം ലോഗ് ഡർ കർ भाग चले और हम लोगों में बैजू बड़ा ठेठ था. संयोग की बात बीच में മൂസൻ തിവാരി मिल गया. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവമാണ് ഈ ബൈജു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ഭയങ്കര കുസൃതിയായിരുന്നു അല്ലേ, അവരുടെ കൂട്ടത്തിൽ മിടുക്കൻ അവനായിരുന്നു. അപ്പോൾ അവനെന്താ ചെയ്തത്, മൂസൻ തിവാരി എന്നാളെ കളിയാക്കി. അപ്പോൾ ആദ്മിക്കോ സൂചിത കം താ और बैजू उसको चिढ़ाकर बोला ബുഡ്വാ ബേമാൻ മാങ്കെ കരേല കാ ചോക്ക എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. ഹം ലോഗോനെ ബി ബൈജുക്കെ സുർമിലാക്കർ. ബൈജു പറയുമ്പോഴേക്കും ബൈജുവിൻ്റെ കൂടെ തന്നെ ഞങ്ങളും കൂടെ പാടി. അപ്പോൾ മിലാക്കർ യഹി ചില്ലാന ശുരു കിയ. മൂസൻ തിവാരിനെ ബേതഹാശ ഖദേടാ, കുറേ വഴക്ക് പറഞ്ഞു. हम लोग तो बस अपने अपने घर की ओर आंधी हो चली. വേഗം ഓടി അതിവേഗത്തിൽ വീട്ടിൽ ഓടിയെത്തി. जब हम लोग न मिल सके तब तिवारी जी सीधे पाठशाला में चले गए. वहाँ से हमको और बैजू को पकड़ लाने के लिए 4 लड़के गिरफ्तारी वारंट लेकर छूटे. इधर ज्यों ही हम लोग घर पहुँचे त्यों ही गुरुजी के सिपाही हम लोगों पर टूट पड़े. और बैजू तो 9-2-11 हो गया. हम पकड़े गए. फिर तो गुरुजी ने हमारी खूब खबर ली. അതായത് ബൈജു ഇങ്ങനെ കളിയാക്കിയപ്പോൾ ഞങ്ങളും കൂടെ പാടി. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം നേരെ പോയത് പാഠശാല, അതായത് സ്കൂളിലാണ്. സ്കൂളിൻ്റെ അധ്യാപകനോട് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ എന്താ ചെയ്തത്, 2-3 കുട്ടികളെ, കുറച്ച് കുട്ടികളെ, 4 കുട്ടികളെ അയച്ചിട്ട് ഗ്രിഫ്താരി വാറണ്ട് എന്ന് പറഞ്ഞാൽ പിടിച്ചു കൊണ്ടുവരാനുള്ള ഇത് ഓർഡർ കൊടുത്തു അല്ലേ. അപ്പോൾ 4 കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വന്നു. 4 കുട്ടികളും ഈ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വന്നു. അപ്പോൾ പക്ഷേ ബൈജു ആണെങ്കിൽ 9-11 ഹോ ഗയ, അതായത് കാണാറില്ലാതായാൽ പെട്ടെന്ന് ഒളിച്ച് കടന്നു കളഞ്ഞു. ഹം പക്കടി ഗയെ, ഞങ്ങൾ പിടിക്കപ്പെട്ടു. ഫിർ തോ ഗുരുജീനെ ഹമാരി ഖൂബ് ഖബർ ലി, പിന്നെ നല്ല വഴക്ക് പറഞ്ഞു. गुरुजी बाबूजी ने यह हाल सुना. वह दौड़े हुए पाठशाला में आई. गोद में उठाकर हमें पुचकारने और फुसलाने लगे. पर हम दुलारने से चुप होने वाले लड़के नहीं थे. रोते रोते उनका कंधा आंसुओं से तर कर दिया. वह गुरुजी की चिरौरी करके हमें घर ले चले. रास्ते में फिर हमारे साथी लड़कों का झुंड मिला. वे ज़ोर से नाचते और गाते थे. അപ്പോൾ അച്ഛൻ ഓടി വന്നു. ഇത് കേട്ടിട്ട് അച്ഛൻ വേഗം സ്കൂളിൽ ഓടി വന്നിട്ട് മാസ്റ്റർ ജിയുടെ റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട്, അതായത് ചിറോറി റിക്വസ്റ്റും ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥന, അതായത് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങളെ സ്കൂളിൽ നിന്ന് എന്നെ കൊണ്ടുവന്നു. പക്ഷേ ആ സമയത്ത് ഞാനും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ എത്ര കൊഞ്ചിച്ചിട്ടും ഞാൻ കരച്ചിൽ നിർത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും എന്താ കണ്ടത്, ലഡ്കോങ്ക ഝുണ്ട് മില, വീണ്ടും ഗ്രൂപ്പ് കുട്ടികളുടെ അവിടെ കൂട്ടം കണ്ടു. അപ്പോൾ അവരാണെങ്കിലോ നാച്ചത്തെ ഗാത്തെ, അവർ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുകയായിരുന്നു കുട്ടികൾ. മൈ പക്കായി ഗരർ ഗരർ പുഹ ഹം ഖായിബ് പുഹ ന ഖേലബ് ജുവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുട്ടികൾ കളിച്ച് രസിക്കുകയായിരുന്നു. അപ്പോൾ ഫിർ ക്യാ താ ഹമാരാ റോന ധോന ഭൂൽ ഗയാ. ഹം ഹട്ട് करके बाबूजी की गोद से उतर पड़े और लड़कों की मंडली में मिलकर लगे वही तानसुर अलापनी. ഞാനും ഇറങ്ങി കുട്ടികളുടെ കൂടെ തന്നെ ഓടിപ്പോയി ഇതേ പാട്ട് പാടി തുടങ്ങി. तब तक सब लड़के सामने वाले मकई के खेत में दौड़ पड़े. उसमें चिड़ियों का झुंड चल रहा था. दौड़ कर उन्हें पकड़ने लगे पर एक भी हाथ न आई. हम खेत से अलग ही खड़े होकर गा रहे थे. അങ്ങനെ എല്ലാ കുട്ടികളും ഓടി ഇങ്ങനെ കൃഷിസ്ഥലത്തേക്ക് ഓടിപ്പോയി പക്ഷികളിങ്ങനെ ഓടിച്ചിട്ട് കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അലഗ് ഹി ഖടി ഹോക്കർ ഗാ രഹേ थे. ഞാനും പാട്ട് പാടുകയായിരുന്നു. എന്താ പാടിക്കൊണ്ടിരുന്നത്, राम जी की चिरई, राम जी का खेत, खा लो चिरई भर भर पेट. हमसे कुछ दूर बाबूजी और हमारे गांव के कई आदमी खड़े होकर तमाशा देख रहे थे और यही कहकर हंसते थे कि चिड़िया की जान जाए लड़कों का खिलौना. सचमुच लड़के और बंदर पराई पीर नहीं समझते.
ഇടയ്ക്കിടയ്ക്ക് ഈ പഴഞ്ചൊല്ല് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നാട്യപ്രദേശത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. കുട്ടികളുടെ ആ പക്ഷികളുടെ ജീവൻ പോയി, അവയെ കളിപ്പാട്ടായിട്ടല്ല ആ പക്ഷികളെ നോക്കുന്നത് അല്ലേ, അങ്ങനെ ഓടിച്ചിട്ട് കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണ് കുരങ്ങനെ പോലെയാണ് കുട്ടികൾ, അങ്ങനത്തെയൊക്കെ പഴഞ്ചൊല്ലുകളാണ് അവർ ഉപയോഗിക്കുന്നത്. हमने कुछ दूर बाबूजी और हमारे गांव के അങ്ങനെ ആൾക്കാർ ദൂരെ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടു. एक ठेले पर जाकर हम लोग चूहों के बिल में പാനി ഉലച്ചിനില്ല. പിന്നെ വീണ്ടും വേറെ കുസൃതികൾ തുടങ്ങി. അവിടെ ഒരു ഒട്ട കണ്ടു അല്ലേ, ഇങ്ങനെ പാമ്പിൻ്റെ ഇതുണ്ടാവില്ല ഹോള്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരെന്താ എലിയുടെ പോതുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇടാൻ തുടങ്ങി. അപ്പോൾ തബ് തക് ഗണേഷ് ജി ने चूहे की रक्षा के लिए शिव जी का सांप निकल आया. അതിൽ നിന്ന് എന്താ ഇറങ്ങി വന്നത്, പാമ്പാണ് ഇറങ്ങി വന്നത്. रोते चिल्लाते हम लोग बेतहाशा भाग चले. कोई औंधा गिरा, कोई अंट चिट, किसी का सिर फूटा, किसी के दांत टूटे, सभी गिरते पड़ते भागे और हमारी सारी देह लहलुहान हो गई. पैरों के तलवे कांटों से छलनी हो गए. അങ്ങനെ പാമ്പിനെ കണ്ടപ്പാടും എല്ലാവരും ഇങ്ങനെ ഓടാൻ തുടങ്ങി. അവിടെ ഇവിടെ ഓടിയിട്ട് ചിലവരുടെ തല പൊട്ടി അല്ലെ, പല്ല് പൊട്ടി. പിന്നെ അങ്ങനെ എനിക്കും കുറേ പരിക്കുകളും പറ്റി. ലഹുലുഹാൻ അതായത് അവിടെ ഇവിടെയൊക്കെ ചോര വരാൻ തുടങ്ങി. പേരോങ്കി തലവേ അതായത് കാലിൻ്റെ അടിയിലാണെങ്കിലും മുള്ളുകളും കുത്തിക്കയറി. ഇവിടെ കിട്ടിയ സ്ഥലത്തെല്ലാം ഇങ്ങനെ ഓടിയാൽ പോകുന്നത്. അപ്പോൾ കാലിൻ്റെ അടിയിലും മുള്ളുകൾ കയറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്